Hi, good evening. Good evening, sir. Hi, sir. Good 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 evening. evening. Good evening. Good evening, sir. Good evening. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റിന്റെ ഒരു തുടർച്ചയെന്നോണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ അകംലോകത്തെ, നമ്മുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൂടുതലായി വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കരുതിക്കൂട്ടി എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ നമ്മൾ യൂണിവേഴ്സൽ ലോസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്, ധാരാളമായി ഇവിടെ ചർച്ച ചെയ്തത്. അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏതാനും പ്രപഞ്ച നിയമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 2-3 നിയമങ്ങളുള്ളത് നമുക്ക് വഴിയെ പറയാം. നിലവിലുള്ള അറിവിന്റെ ബേസിൽ നമുക്ക് നിലവിൽ മനസ്സിലാക്കിയിടത്തോളം ആ ഒരു പ്രപഞ്ച നിയമങ്ങളെ തന്നെ ധാരാളമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ ആ ഒരു നിയമങ്ങളെ വളരെ സീരിയസ് ആയി മനസ്സിലാക്കുകയും അവ എന്താണെന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും വേണം. കാരണം നമ്മുടെ ഉള്ളിലെ ശക്തി പുറത്തെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ ഒരു നിയമങ്ങളെ അറിഞ്ഞുകൊണ്ടൊരു ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ശക്തി ഉണ്ട്, ഒരു പവർ. ആ ഒരു പവറിനെ കുറിച്ചുള്ള അറിവാണ് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു സീരീസിലൂടെ ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് ഈ അടുത്ത കാലത്തായിട്ട് ലോകത്തിന് പങ്കുവച്ചത്. അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിലായിട്ട് ലോകത്തിന് സമർപ്പിച്ചതാണ് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത്. അതിനകത്താണ് നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ. നമുക്ക് നമ്മുടെ പുരാണങ്ങളും വേദഗ്രന്ഥങ്ങളും നമ്മുടെ റിലീജിയൻസും എല്ലാം സത്യത്തിൽ ആ ഒരു ആശയം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു പോയിന്റ് തന്നെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് കുറച്ചുകൂടി സിമ്പിളായ രീതിയിൽ, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച് ഈ ലോകത്തിന് സമർപ്പിച്ചതാണ് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു മാപ്പിലൂടെ മനുഷ്യന്റെ ഉള്ളിലെ ആ ശക്തി എത്രത്തോളം ആണ് അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളമാണ് അവർ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു സീരീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് 2 പാഠങ്ങളും കൂടി, 2 ലെവലും കൂടി പറയാനുണ്ട്. അത് ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോ. കാരണം ആ ഒരു ഉയർന്ന എൻലൈറ്റ്മെന്റിന്റെ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് ഇപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, ഉയർന്ന എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് അടുത്തെത്തുവാൻ നമ്മുടെ ഉള്ളിലെ പവർ, ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ശക്തി യഥാർത്ഥത്തില് പുറത്തെടുക്കുമ്പോഴാണ് ആ ഒരു ഉയർന്ന ബോധതലങ്ങളിലേക്ക് എത്തുന്നത്. ആ ഒരു അവസ്ഥ പുറത്തെടുക്കുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള സത്യത്തില് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള അറിവാണ് അതുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് താമസം. അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കൂടി അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഞാനും ഒരുപക്ഷെ ഉണ്ടായിരുന്നത്. ഈ ഒരു പവർ വേഴ്സസ് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലൂടെ ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് നമ്മുടെ ഉള്ളിലെ പവറിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പവർ വേഴ്സസ് ഫോഴ്സ്, ഞാൻ ആ ഒരു പുസ്തകത്തെ കുറിച്ചും ഒരു വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പവർ സത്യത്തിൽ അതിനകത്ത് വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ഈ സമൂഹത്തിന്, ഈ ലോക സമൂഹത്തിൽ 75 മുതൽ 80% ആളുകൾക്കും ഈ പവർ എന്ന് പറയുന്ന ഉള്ളിലായ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അവർക്ക് അറിയില്ല, ആ ഒരു അറിവിലേക്ക് എത്തിയിട്ടില്ല. അവർ കരുതുന്നത് ഫോഴ്സ് ആണ് പ്രധാനം എന്നുള്ളതാണ്. ഫോഴ്സ്, ജീവിതത്തെ ഫോഴ്സ് ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അതായത് ബലപ്രയോഗത്തിലൂടെ വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉന്തിയും തള്ളിയും ഭീഷണിപ്പെടുത്തിയും മനസ്സുകൊണ്ട് ബലം കൊടുത്തും അല്ലെങ്കിൽ ശരീരം കൊണ്ട് ബലം കൊടുത്തും ഒക്കെ ആണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതൊരു ഫോഴ്സ്, അത് ബലം. എന്നാൽ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ വേണ്ട. വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ, 20% ആളുകൾ മാത്രമേ ലോകത്ത് സ്വന്തം പവർ ഉപയോഗിക്കുന്നുള്ളൂ. ആത്മശക്തി എന്ന് പറയും. ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആ ഒരു പവർ നമ്മൾ പുറത്തെടുക്കണമെങ്കിൽ അത് യൂണിവേഴ്സൽ ലോസ്
നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കണം. അതിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു സീരീസിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു യൂണിവേഴ്സൽ ലോസ് ഉപയോഗിച്ച് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഉള്ളിലുള്ള പവറിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് ഉള്ളതാണ് സത്യത്തില് നമ്മൾ അതും കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും സീരീസിലൂടെ നമ്മുടെ സെഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമ്മൾ പ്രോപ്പറായിട്ട് പുറത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ശക്തി നമുക്ക് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന് എതിരായി തന്നെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകാം. അതാണ് നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പല മേഖലകളിലും സ്ട്രഗിൾ ചെയ്യാനുള്ള പ്രധാന കാരണവും നമുക്ക് അനുകൂലമായി ഉപയോഗിക്കേണ്ട ശക്തിയെ നമുക്ക് പ്രതികൂലമായി നമ്മൾ ഉപയോഗിച്ച് പോകുന്നത് കൂടി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശക്തിയെ നമ്മൾ പുറത്തെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുള്ളായ ടൂളാണ് നമ്മുടെ ബോധമനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോധമനസ്സ്, ആ ബോധമനസ്സിന്റെ മനസ്സ് കൊണ്ട് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് താല്പര്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നോ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ജലസേചനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഡാമിനെ സങ്കല്പിക്കുക. ആ ഡാമിൽ ധാരാളം, ഒരു വലിയ ഡാമിൽ നിറയെ വെള്ളമുണ്ട്. ആ ഡാമിന്റെ പർപ്പസ് തന്നെ ആ സമീപ പ്രദേശത്തുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് വേണ്ടി ജലം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ജലസേചനം. ആ ജലം എത്തിച്ചുകൊണ്ട്, ആ ഒരു വെള്ളം എത്തിച്ചുകൊണ്ട് ആ കൃഷി കൂടുതൽ ഫലപുഷ്ടമാക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു ഡാമിന്റെ ഉപയോഗം. പക്ഷെ അതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ ആ ഒരു ഡാമിനെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് അതിന്റെ ഒരു ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത് വെറുതെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അത് കൃത്യമായി കൃഷിസ്ഥലത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ വരുമോ? ചിലപ്പോൾ ആ വെള്ളം ഏതെങ്കിലും കൃഷി സ്ഥലത്തിലേക്ക് എത്തിയെങ്കിലായി, ഇല്ലെങ്കിലായി, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടും. ചിലപ്പോൾ ആ വെള്ളത്തിന്റെ ആധിക്യം മൂലം കൃഷി സ്ഥലത്തിന് ദോഷം തന്നെ സംഭവിച്ചെന്നിരിക്കും. അതേസമയം അത് എങ്ങനെയാണ് ചെയ്യുന്നത്? കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് കനാലുകൾ വെട്ടി ആ ഡാമിൽ നിന്ന് കൃത്യമായി ആ ഓരോരോ കൃഷി സ്ഥലങ്ങളിലേക്കും പാടങ്ങളിലേക്കും എല്ലാം കൃത്യമായി വെള്ളം എത്തത്തക്ക രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കരുതിക്കൂട്ടി കനാലുകൾ വെട്ടുകയാണ്. സബ്ബായിട്ടുള്ള കനാലുകളും ചാലുകളും വെട്ടിക്കൊണ്ട് അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതുപോലെ ആകണം നമ്മുടെ ഉള്ളിലെ ആ ഡാം എന്ന് പറയുന്ന, നമ്മുടെ ഉള്ളിലെ ആ ഡാമിലെ ആ ശക്തിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ നമ്മൾ കരുതിക്കൂട്ടി നമ്മുടെ ഓരോരോ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഡാമിലെ വെള്ളം യാതൊരു നിയന്ത്രണവുമില്ലാതെ തുറന്ന് വിടുന്നത് പോലെയാകും എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഉപയോഗപ്പെടും, ചിലപ്പോൾ ഉപയോഗപ്പെടില്ല. ഈ ഒരു കരുതിക്കൂട്ടി, നമ്മുടെ ബോധ മനസ്സുകൊണ്ട് കരുതിക്കൂട്ടി നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉപയോഗിച്ച് നമ്മുടെ ശക്തിയെ കൃത്യമായി നമ്മുടെ ലൈഫിലേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ജീവിത രീതിയാണ് പറയുന്നത് ഇന്റൻഷണൽ ലിവിങ് എന്നുള്ളത്. നമ്മളത് കരുതിക്കൂട്ടി, നമ്മുടെ കനാൽ എങ്ങനെ വെട്ടുന്നു അതുപോലെ കരുതിക്കൂട്ടി കൃത്യമായി നമ്മുടെ ശക്തിയെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതിനെയാണ് ഇന്റൻഷണൽ ലൈഫ് അഥവാ ഇന്റൻഷണൽ ലിവിങ് എന്ന് പറയുന്നത്, കരുതിക്കൂട്ടിയുള്ള ജീവിതം. പക്ഷെ നമ്മളിൽ നല്ലൊരു ശതമാനത്തിനും ഉള്ളില് ഇതുപോലൊരു വലിയ ഡാം ഉണ്ടെന്നോ അതിൽ നിറയെ ശക്തി ഉണ്ടെന്നോ, ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഉണ്ടെന്നോ തിരിച്ചറിയാതെ നമ്മൾ കരുതുന്നത് നമ്മുടെ ശരീരവും മനസ്സും കൊണ്ട് മാത്രം എങ്ങനെയെങ്കിലുമൊക്കെ ഫോഴ്സ് ചെലുത്തി, എന്താ പറയുക, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് മാത്രമേ ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പലരും കരുതുന്നത്. അതാണ് ഈ ലോകത്തിലെ 80% ആളുകളും അങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ് നയിക്കുന്നത് എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പവർ വേഴ്സസ് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. ഈ ഫോഴ്സ് ചെലുത്തി മാത്രമേ ജീവിക്കാൻ കഴിയൂ, പവർ ഉപയോഗിക്കാൻ അറിയില്ല. ആ പവർ, ഉള്ളിലെ ശക്തിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി ഉപയോഗിച്ചാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന
പല വിഷയങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് തന്നെ ഈ പവർ സൊല്യൂഷനാക്കി തരും. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മുടെ ഈ ഒരു ഇന്റൻഷണലായിട്ട് എങ്ങനെ ജീവിതത്തെ നയിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ഇന്റൻഷണലായിട്ട് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്തിനാണ് പ്രാധാന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മുടെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് പ്രാധാന്യം നൽകുകയും താല്പര്യത്തോടെയുള്ള മനോഭാവം, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച താല്പര്യത്തോടെയുള്ള മനോഭാവം അക്കാര്യങ്ങളിൽ കൂടുതലായി കൊടുക്കുമ്പോൾ അത് കൂടുതലായി ഡെവലപ്പ് ചെയ്യും. നമ്മൾ നമ്മുടെ മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലേക്ക് കൂടുതലായി പതിപ്പിക്കുന്നോ ആ മേഖല ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. നമ്മുടെ മനോഭാവത്തെ എത്രത്തോളം ഏത് മേഖലകളിലേക്കാണ് നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ആ മേഖല വികസിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അവിടെയാണ് പ്രയോറിറ്റീസിന്റെ പ്രാധാന്യം, മുൻഗണന. നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. കരുതിക്കൂട്ടി ഇന്റൻഷണലി നമ്മൾ നമ്മുടെ ജീവിതത്തിന് മുൻഗണനയുള്ള കാര്യങ്ങളെ കണ്ടെത്തണം. കരുതിക്കൂട്ടി മുൻഗണനയുള്ള കാര്യങ്ങളെ. അല്ലാത്ത പക്ഷം സംഭവിക്കുന്നത് നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യന് സ്വാഭാവികമായിട്ടും അലസത മനുഷ്യന്റെ ജന്മനാ ഉള്ള ഒരു ഭാവമാണ്. മനുഷ്യന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് മനുഷ്യന്റെ ജന്മനാ ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അലസതയും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ട് എപ്പോഴും മനുഷ്യൻ കംഫർട്ടായിട്ട് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ധാരാളമായി തൻ്റെ ചിന്തകളെയും തൻ്റെ മനസ്സിനെയും ഫോക്കസ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമാണ് അതിന് കൂടുതലായി തരുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടും. അങ്ങനെ ഒരു സാധാരണയോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ലൈഫായിട്ട് മുന്നോട്ട് മനുഷ്യന്മാർ നയിക്കാനുള്ള പ്രധാന കാരണം അതാണ്. കാരണം മുൻഗണന, ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. എനിക്ക് ഉറപ്പാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ലൈഫിനോട് താല്പര്യമാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ജീവിതം വേണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മൾ എല്ലാവരും. കുറച്ചുകൂടി ഉയർന്ന ജീവിതം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി മനസമാധാനവും, കുറച്ചുകൂടി അഭിവൃദ്ധിയും, കുറച്ചുകൂടി ആരോഗ്യവും ഒക്കെയുള്ള, കുറച്ചുകൂടി നല്ല കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉള്ള, നല്ല റിലേഷൻഷിപ്പും ഒക്കെ ഉള്ള നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും. ബഹുഭൂരിപക്ഷം അല്ല എല്ലാവരും. അല്ലെങ്കിൽ ഈ സമയത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ അല്ലെങ്കിൽ ഉയർത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിലേക്ക് നമ്മൾ കരുതിക്കൂട്ടി ഇന്റൻഷണലി നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇന്റൻഷണലി അതിന് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സൂം ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൂം ഔട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സൂം ഔട്ട് ചെയ്യുന്നത്? നമ്മൾ മാപ്പൊക്കെ എടുക്കുമ്പോൾ സൂം ഇൻ ചെയ്യാറുണ്ട്. മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ. ഗൂഗിൾ മാപ്പ് ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന്റെ പ്രത്യേക സ്ഥലം കാണുമെങ്കിൽ നമ്മൾ എന്താണ് സൂം ചെയ്ത് സൂം ഇൻ ചെയ്യും. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പരമാവധി ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരു സൂമിൻ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. നമ്മൾ അത്രമാത്രം ഒരാഴ്ച 2 ആഴ്ചയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മിക്ക ആളുകളുടെയും മനസ്സിൽ നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന് ഒന്ന് സൂം ഔട്ട് ചെയ്യണം. മാപ്പിനെ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ ഒരു 5 കൊല്ലം 10 കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം തൊട്ട് 5 കൊല്ലം 10 കൊല്ലം, ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ 30 കൊല്ലം വരെ നിങ്ങൾ മുന്നോട്ട് കാണുവാൻ പറയാറുണ്ട്. 30 കൊല്ലത്തേക്ക് കാണണം. 5ഉം 10ഉം കൊല്ലം മാത്രമല്ല, 30 കൊല്ലം. നിങ്ങൾക്ക് ഇനി എത്ര പ്രായമുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഒരു 30 കൊല്ലം കൂടി മുന്നോട്ട് കാണണം. കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ ഇന്റൻഷൻ കൊടുക്കുന്ന അതിനനുസരിച്ചാണ് നമ്മുടെ ആരോഗ്യവും ആയുസ്സും എല്ലാം നിശ്ചയിക്കുന്നത്.
അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇന്റൻഷനാണ്. എനിക്ക് ഇത്രയും പിന്നെ പ്രായം കൂടെ ജീവിച്ചു, എനിക്ക് ഇത്രയും കൂടെ ജീവിക്കണം, ഇത്രയും വർഷം എന്ന് നമ്മൾ ഉള്ളുകൊണ്ട് കൊടുക്കുന്ന ഒരു മെസ്സേജ് അതിന് നല്ല രീതിയിൽ നമ്മുടെ ആയുസിനെ ആരോഗ്യത്തെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു നിശ്ചിതമായ നാട്ടുനടപ്പനുസരിച്ചുള്ള ആയുസ് മാത്രം കാണാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു 30 കൊല്ലം, ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകുവാൻ വേണ്ടി എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ നിമിഷം, ഈ സമയത്ത് നമ്മൾ എന്തിലൊക്കെ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്യണം. ഈ ഒരു നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മുടെ നമ്മുടെ 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴും നമുക്ക് ജീവിക്കണമല്ലോ. നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല ഉയർന്ന ലെവലിൽ നമുക്ക് ജീവിക്കണമല്ലോ. അന്ന് നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി ഇപ്പോ എന്തിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് കൊടുക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ലിസ്റ്റ് ചെയ്യണം. അതിനെയാണ് പ്രയോറിറ്റൈസിങ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന കൊടുക്കുക എന്നുള്ളത്. അത് ഏതൊരു കാര്യത്തിലായാലും ശരി തന്നെ, നമ്മുടെ വിവിധ മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത്. ഓരോരുത്തർക്കും അവരവരുടെ കൃത്യമായ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള മേഖലകൾ ഉണ്ടാകും. ചിലർക്ക് ഒരു കരിയർ ആയിരിക്കും ചിലരുടെ പ്രധാനപ്പെട്ട മേഖല. കരിയറിൽ നമ്മൾ ഏത് രീതിയിൽ ഡെവലപ്മെന്റ് വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം 10 വർഷം കഴിഞ്ഞ് നമ്മുടെ കരിയർ എങ്ങനെ ആയിരിക്കണം, അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ തന്നെ ഉണ്ടാകണം. അതാണ് നമ്മൾ ഇന്റൻഷനലി നമുക്ക് അത് ഉണ്ടാകണം എന്ന് പറയാൻ കാര്യം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുവാനുള്ളത്, അതിനേക്ക് വേണ്ട പ്രാധാന്യമുള്ള കാര്യം ഏതൊക്കെയാണെന്ന് നോക്കണം ഓരോ കാര്യത്തിനകത്തും. അപ്പൊ നമ്മുടെ ഈ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മുടെ ലൈഫിനെ കൃത്യമായി നമ്മുടെ ലൈഫ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവുകയും വേണം. അതിനോടൊപ്പം തന്നെ അവയ്ക്ക് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ ലിസ്റ്റ് ചെയ്യുകയും വേണം. ഉദാഹരണത്തിന്, നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എപ്പോഴും. നമ്മുടെ ശ്രദ്ധ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ഗോളിന് ഉതകുന്നതാണ്. അതായത് നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ആണോ അല്ലയോ, അത് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്തതിനു ശേഷം അത് കൃത്യമായി അതിലാണ് നമ്മൾ ഇന്റൻഷനലി കൊടുക്കുവാനുള്ളത്. ഏത് കാര്യം നമുക്ക് കൃത്യമായി നമ്മുടെ ലൈഫിൽ അനുകൂലമാണോ അതോ നമുക്കത് ഉപയോഗമുണ്ടോ, നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ സമയം ആവശ്യത്തിന് ചിലവഴിക്കുന്നുണ്ടോ അതോ നമുക്ക് അത് അർജന്റ് ആയതിനു ശേഷം മാത്രമോ നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പലതും നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അർജന്റായി മാറാറുണ്ട്. അവിടെയാണ് ഈ പ്രയോറിറ്റിയിൽ വരുന്ന പ്രാധാന്യവും ഇമ്പോർട്ടൻസും അർജൻസിയും എന്നുള്ള ഏരിയ. അതായത് നമ്മൾ ഈസി ആയിട്ട് എടുക്കുന്ന കാര്യം ക്രമേണ അർജന്റായി വരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ അതിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ക്രമേണ അക്കാര്യം അർജന്റായി വരും. നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതുകയാണ്, നിങ്ങൾക്കൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം. നിങ്ങളുടെ പ്രയോറിറ്റി അപ്പൊ എന്തായിരിക്കണം? പ്രാധാന്യത്തോടു കൂടി ആ എക്സാമിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ പ്രാധാന്യത്തോടു കൂടി ആ എക്സാമിന്റെ ഓരോ കാര്യങ്ങളും ഓരോ പാഠഭാഗങ്ങളും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ആ സമയമാകുമ്പോൾ അതിനനുസരിച്ച് 6 മാസം ആവുമ്പോൾ ഉണ്ടായിരുന്ന എക്സാം നമുക്ക് അനുകൂലമായി വരും. അല്ലാത്ത പക്ഷം നമ്മൾ നിലവിൽ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ പോകുന്നിടത്തോളം സമയം സംഭവിക്കാൻ പോകുന്നത് നമ്മൾ
മറ്റ് അർജന്റായ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അർജന്റായ കാര്യം നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോയി കറങ്ങി പാതിരാത്രിയൊക്കെയുള്ള ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും ഒക്കെ കാണുകയും നമുക്ക് അതിന് മറ്റ് സിനിമയ്ക്ക് പോവുകയും സിനിമ അവർ വിളിക്കുമ്പോൾ അർജന്റായിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം. അതൊരു ഫാൾസ് അർജന്റ് ആണ്. ഫാൾസ് അർജൻസി എന്ന് പറയും. നമ്മൾ കരുതി ഇതിപ്പോ വളരെ പ്രധാനമാണ്, ഇപ്പൊ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ലെങ്കിലും എന്നൊരു തോന്നലാണ്. അതാണ് ഫാൾസ് അർജൻസി എന്ന് പറയും. പല കാര്യങ്ങളും നമുക്ക് ഫാൾസ് അർജൻസി ആണോ? ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണോ അർജന്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. എൻ്റെ എനിക്ക് കൃത്യമായ സമയം, ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയം കൃത്യമായി എൻ്റെ ഒരു 6 മാസത്തെ കാര്യം കൃത്യമായി ഇമ്പോർട്ടൻ്റ് ഓടി നടക്കുവാൻ വേണ്ടിയുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. അതാണ് പ്രധാനം. എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഈ നിമിഷം കൃത്യമായി പ്രാധാന്യത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് 6 മാസം കഴിയുമ്പോൾ അത് അർജന്റ് അല്ലാത്ത പക്ഷം നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ആ എക്സാം നമ്മളെ സംബന്ധിച്ചോളം പ്രധാനമാണ്. അവസാനത്തെ 2-3 ആഴ്ച നമ്മൾ എന്ത് ചെയ്യും? അർജൻസിയോടുകൂടി ചെയ്യേണ്ടി വരും. അതപ്പം അത് എക്സലന്റ് അല്ലാതെ മാറും. പലപ്പോഴും നമുക്ക് പരാജയത്തിലേക്ക് പോകേണ്ടി വരും. റിലേഷൻഷിപ്പിന്റെ കാര്യവും അത് തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി നമ്മൾ നിത്യേന ചെലവഴിക്കേണ്ട സമയമുണ്ട്. നിത്യേന നമ്മൾ നിരന്തരമായി സ്പെൻഡ് ചെയ്യേണ്ട സമയം നമ്മൾ അതിന് പ്രാധാന്യം നൽകാതെ നമുക്ക് വേറെ പല അർജന്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ കുടുംബം മുന്നോട്ട് പോകും. നമ്മുടെ ഫോക്കസ് മുഴുവനും ആ അർജന്റായ കാര്യങ്ങളിലേക്ക് ആയിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകും. നിശ്ചിത സമയമാകുമ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കുട്ടികളൊക്കെ കൃത്യമായിട്ട് വളർന്നു വരുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും അർജന്റായ അവസ്ഥയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. ഓരോരുത്തരും അതുകൊണ്ട് അവരവരുടെ നിത്യജീവിതത്തിലെ സമയം കൃത്യമായി വിഭജിക്കുകയും അത് അർജന്റ് ആണോ ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി, ഏതാണ് നമ്മുടെ ലൈഫിൽ ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന് വേണ്ടിയുള്ളതാണോ ഞാൻ പ്രാധാന്യത്തോടു കൂടി ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലതും നമുക്ക് പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് നേടുവാൻ കഴിയും. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മൾ കൃത്യമായി ഈ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എക്സർസൈസ് ആയാലും നിത്യേന ചെയ്യുന്ന എക്സർസൈസും നമ്മൾ പ്രാധാന്യം നൽകാതെ അർജന്റായ മറ്റു പല കാര്യങ്ങൾ അർജന്റ് ആണെന്ന് കരുതി ചെയ്തു പോകും. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോഴായിരിക്കും അപ്പോൾ എക്സർസൈസ് എന്ത് ചെയ്യുന്നത് അർജന്റായി വരുന്നത്. സാധാരണ മനുഷ്യൻ അവന്റെ സമയം അർജന്റ് ആകുന്നതിന് മുമ്പ് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവന്റെ ജീവിതം സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ്. സാധാരണ മനുഷ്യൻ ഒരു കാര്യത്തിൽ അത് അർജന്റ് ആകുന്നതിന് മുമ്പ് പ്രാധാന്യത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ അക്കാര്യം ക്രമേണ അവന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാവുകയും അവൻ സക്സസ്ഫുൾ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രധാനമായി മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ നമുക്ക് അത് ഒരിക്കലും അത്യാവശ്യപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ക്രമേണ അത് വിജയിച്ച് നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്നുള്ളതാണ്. ഒരിക്കലും ഒരു അത്യാവശ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് പുറത്തെടുക്കുവാൻ ഈ ഒരു രീതിയിലുള്ള മെത്തേഡ് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ഇന്റൻഷണൽ ലൈഫിന്റെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് എന്തിനാണെന്നറിയാമോ? നമുക്ക് തന്നെയാണ്. നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ അകം ലോകത്തെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ ഇത് നമ്മൾ ടേക്ക് കെയർ ചെയ്തോളും. നമ്മുടെ ലൈഫിനെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ മതി. എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉണരുന്നത് തന്നെ എന്നൊരു മനോഭാവം നമ്മളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്യുക.
നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതലായി വികസിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്താൽ നമ്മൾ വികസിക്കും, നമ്മൾ കരുത്തുറ്റവരാകും. ആ കരുത്തുറ്റ ഒരു അകം ലോകം കൊണ്ട് നമുക്ക് തീർച്ചയായും മികച്ച രീതിയിലുള്ള ഒരു പുറം ലോകത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, മികച്ച രീതിയിൽ. നമ്മൾ ഈ പ്രാക്ടീസുകൾ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾക്കായാലും ഈ പ്രാക്ടീസുകൾക്കായാലും എല്ലാം വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അകത്തുനിന്നൊരു റിഫ്ലക്ഷനായിട്ട് നമ്മുടെ ജീവിതം തന്നെ ഡെവലപ്പ് ചെയ്യും. ഒരു സംശയമുണ്ട് ആ കാര്യത്തിനകത്ത്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ചോദിച്ചോളൂ റോബിൻ സാർ. സാറ് നമ്മള് സൂം ഔട്ട് ചെയ്തു, ലോങ് ടേം ഒരു വ്യൂ എടുക്കണം എന്നുള്ള മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പ്രയോറിറ്റൈസേഷൻ. അപ്പം അത് കൂടുതൽ കാലത്തെ സൂം ഔട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ 1 ഇയറിന് വരെ 20 ഇയേഴ്സ് 30 ഇയേഴ്സ് നോക്കുമ്പോൾ അത്രയും കാലത്തേക്കുള്ള പ്രയോറിറ്റീസ് നമ്മൾ കണ്ട ശേഷം അത് വെച്ച് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാണോ സാർ പറഞ്ഞു വരുന്ന ഒരു? അല്ല സാർ, അല്ലല്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു 5 കൊല്ലത്തെ മാത്രം നമ്മൾ തൽക്കാലം സൂം ഔട്ട് ചെയ്താൽ മതി. നമ്മൾ പക്ഷേ 30 കൊല്ലമെങ്കിലും മുന്നോട്ട് കാണണം എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ സാധാരണ ഒരു നിശ്ചിതമായിട്ടൊരു ആയുസൊക്കെ നമ്മൾ നിശ്ചയിക്കും, അങ്ങനെയൊക്കെ സ്വയം വിശ്വസിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് അങ്ങനെയല്ല. നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും കൂടുതൽ ഈ ലോകത്തിന് സെർവ് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇന്റൻഷനറി ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസിനെ സ്വാധീനിച്ച് അത് നമ്മുടെ ആരോഗ്യത്തെയും ആയുസിനെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിന് സെർവ് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ് ഒരു 30 വർഷം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ തൽക്കാലം നമ്മളെ ഒരു സ്വാഭാവിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായ ചുറ്റുവട്ടങ്ങളിലുള്ള ജീവിതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് കടന്നു പോകുന്നതാണ്. നമ്മളിപ്പോൾ വാർത്തകൾ വന്ന് അത് കണ്ടു, അതിനകത്ത് കുറെ പിന്നെ നമ്മൾ അഭിപ്രായങ്ങളും പറഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത് വന്നു, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു വിഷയം വന്നു, അത് വന്നു. അതായത് ജീവിതം ഡിഫോൾട്ടായിട്ട് എന്താ പറയുക, ഒരു അക്സെപ്റ്റ് ചെയ്ത ജീവിതം വരുന്നത് പോലെ കാണാം. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉള്ളത്. നമ്മുടെ മാത്രമല്ല, പൊതുവെ ലോകത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് നമുക്ക് ഇന്റൻഷനലി സെറ്റ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗൾഫിൽ ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കമ്പനിയുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓയിൽ കമ്പനികളുമായിട്ടാണ്. അതായത് അവരുടെ സ്റ്റാഫ് മുഴുവനും ഒരു 80% യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പൊ എനിക്ക് അവരുമായിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ്, അവരെ നേരിട്ട് കണ്ട് നമുക്ക് അവരുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് അവരുടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോൾ 100% ആളുകളും, ടോപ്പ് ക്ലാസ് എക്സിക്യൂട്ടീവ് ആണ് ആ കമ്പനിയുടെ, ഓയിൽ കമ്പനിയുടെ 100% ആളുകളും പറയുന്ന, ഞാൻ ചോദിക്കും സാർ ഒരു 2 മണിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ 100% ആളുകളും പറയുന്നത് ലെറ്റ് മീ ചെക്ക് മൈ ഡയറി ഓർ ലെറ്റ് മീ ചെക്ക് മൈ അജണ്ട, ലെറ്റ് മീ ചെക്ക് മൈ സ്കെഡ്യൂൾ എന്നുള്ളതാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ചോദിക്കും. അപ്പോഴും ഈ പറയുന്ന ഒരേ ഡയലോഗ് എല്ലാ ആളുകളും ലെറ്റ് മീ ചെക്ക് മൈ ഡയറി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നിമിഷം എടുത്തിട്ട് ഡയറി നോക്കും. 2 മണിക്ക് സമയം അവർക്ക് കൃത്യമായി ഒരു സ്കെഡ്യൂൾ ഉണ്ടാകും. 2 മണിക്ക് ഒരു കാര്യം ഉണ്ടാകും. ആ കാര്യം അവർക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയും സോറി, ഈ 2 മണിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊരു കാര്യമുണ്ട്, അതുകൊണ്ട് 4 മണിക്ക് പറ്റുമോ എന്ന് ചോദിക്കും. 4 മണിക്ക് നിങ്ങൾക്ക് സമയം അനുവദിക്കാൻ പറ്റും. എന്നെ മീറ്റ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് വേറെ ഉണ്ട്. അപ്പം അതിന് പ്രിഫർ ചെയ്യും. പക്ഷെ അത് എന്നെ മീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞ കാര്യം അവർ 4 മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി അവർ ഫ്ലെക്സിബിൾ ആണ്, അവർ മാറ്റിവെക്കാൻ തയ്യാറാണ്. ഈ ഒരു രീതി ഫുള്ള് അവലംബിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ അത്തരം പോസ്റ്റുകളിലേക്ക് എത്തുന്നത്. ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അവരുടെ ഫുൾ ഡയറിയിലുണ്ടാകും. അവർക്ക് അത് ഓർമ്മ കൂടി ഉണ്ടാവില്ല. പക്ഷെ അവർ എന്താണ് ചെയ്യാനുള്ളതെന്ന് കൃത്യമായി ഇന്റൻഷനലി അവർ നോക്കുന്നുണ്ട്.
അതാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് അവരെങ്ങനെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വെറുതെ അങ്ങ് എത്തുന്നതല്ല. വെറുതെ അങ്ങ് ശരി. പോസ്റ്റ് ടോപ്പ് ലെവലിലേക്ക് അവർ എത്ര എന്ത് വേണമെന്നുള്ള കൃത്യമായ ക്ലാരിറ്റി അവർക്കുണ്ട്. ഇന്റൻഷണൽ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് പോകുന്നതാണ്. നമുക്കും അത് പറ്റും. അതാണ് ഈ ഇമ്പോർട്ടന്റും അർജന്റുമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു രീതിയിൽ നമുക്കൊരു 2-3 വർഷത്തേക്ക് നമ്മൾ സൂം ഔട്ട് ചെയ്ത് വേണം നമ്മൾ പോകാൻ. അത് നമുക്ക് മുന്നോട്ട്, പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കുറച്ച് വർഷങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം, അത്ര നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ കണ്ടു വേണം നമ്മളെ ലൈഫിനെ സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഇന്റൻഷൻ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു ജീവിത രീതി, അത് അങ്ങനെ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് മാറ്റിയേ പറ്റുള്ളൂ മനോഭാവം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, പക്ഷേ നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. പ്രേമില ചോദിക്കും. സാറേ, ഞാൻ അത് തന്നെ ചോദിക്കാം. പ്രയോറിറ്റിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. സാർ ഇപ്പൊ പറഞ്ഞതിൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സാറേ. ഈ സെൽഫ് ലവ് കൂട്ടാന് നമുക്ക് എഫക്റ്റീവായ മാർഗം അഫർമേഷൻ തന്നെയല്ലേ? അഫർമേഷൻ മാത്രമല്ല, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അഫർമേഷൻ കൊണ്ട് മാത്രമല്ല നോഫലെ, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിക്ക് മുൻഗണന, ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ ഈ പ്രയോറിറ്റീസ് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോ പറഞ്ഞ ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ എപ്പോഴും മുന്നിൽ നിൽക്കാനുള്ള നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരിക്കണം. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ട്. അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളിലേക്ക് സ്വയം ഒന്ന് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ, ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രമേണ ഡെവലപ്പ് ആവും. അതാണ് നമ്മൾ ആ ഫോക്കസിനനുസരിച്ച് ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് അഫർമേഷൻ മാത്രമല്ല. അഫർമേഷൻ തീർച്ചയായിട്ടും അഫർമേഷൻ തന്നെയാണ് 50%. അതിന്റെ ആക്ഷനും ഉണ്ട്. നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് ഈ ലൈഫിൽ വേണ്ടത്, എനിക്ക് എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ടോ, എൻ്റെ ഫീലിങ്സിന് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് അത് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ക്രമേണ നമുക്ക് നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി വർദ്ധിക്കും. നമുക്ക് നമ്മോട് തന്നെ വലിയ രീതിയിൽ സ്നേഹം തോന്നും. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പവർ വർദ്ധിക്കും. നമ്മൾ ക്രമേണ മനസ്സിലാക്കും. കാരണം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് വർദ്ധിക്കുന്നത്. നമ്മൾ എന്തിലാണോ ധാരാളമായി ഫോക്കസ് ചെയ്യുന്നത് അത് വർദ്ധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾ വർദ്ധിക്കും. വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പവർ വർദ്ധിക്കും, നമ്മുടെ കഴിവ് വർദ്ധിക്കും. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് പോലും ഇല്ലാതെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഒക്കെ മാത്രമായിട്ട് ജീവിക്കുകയും നമ്മളെന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒട്ടും നമ്മുടെ വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നും ഒരു വിലയും കൊടുക്കാതെ ജീവിക്കുമ്പോൾ സാധാരണ നമ്മളങ്ങ് ഒതുങ്ങിപ്പോകുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ആ ഒരു പവർ കുറഞ്ഞ് നമ്മളങ്ങ് ലോവർ ലെവലിലേക്ക് താഴ്ത്തപ്പെടും. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമ്മളെ സ്വയം കാണണം. ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ സ്വയം കണ്ടുകൊണ്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾക്ക് സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു തുടങ്ങണം. കുട്ടികളെ നമ്മൾ നോക്കുന്നത് പോലെ നമ്മളെ നോക്കണം. അത്രത്തോളം സ്നേഹവും വാത്സല്യവും കൊടുത്ത് അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ് സെൽഫ് ലവ്. ഉള്ളിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ ഒരു ഡെവലപ്മെന്റിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് ജീവിതത്തിൽ അത് ചോദിച്ച് എന്തും തരും. അതാണ് സെൽഫ് ലവിന്റെ പവർ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ സാമ്പത്തികത്തിന്റെ കാര്യത്തിലും ഇത് പ്രയോറിറ്റി കൊടുക്കണം, അതല്ലേ? കൊടുക്കാം. യെസ്. പിന്നെ സാറേ, നമ്മള് നിങ്ങൾ സാറ് പറഞ്ഞ അതേമാതിരി എഴുതി വെച്ച് ബുക്കിൽ ഡയറിയിൽ എഴുതി വെച്ച് 34 എത്ര എമൗണ്ട് വേണം, 2034. പിന്നെ വാഹനം എന്ത് വേണം, പിന്നെ സമൂഹത്തിന് എന്തൊക്കെ നൽകാൻ കഴിയണം, കൊടുക്കണം കരുതി, അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയൊരു ഗോളുമാണ്. അവിടേക്കൊന്നും ഒരു ഇതിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തുടക്കം ക്രമേണ എത്തും. നമ്മൾക്ക് അത് എത്തിയിട്ട് അതോടൊപ്പം അവിടെയാണ് നമ്മുടെ ഈ ഒരു പ്രപഞ്ച നിയമങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ പ്രപഞ്ച നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം ചുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം കൂടി നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. വലിയ രീതിയിൽ നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹം ഉണ്ടാകും.
പക്ഷെ സംഭവിക്കുന്നത് നമ്മുടെ നിലവിലുള്ള ചിന്തകളും നമ്മുടെ പ്രവർത്തികളും പലപ്പോഴും ഈ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ടാകും. നമ്മൾ വൈബ് താഴ്ന്നു പോകും ചില സമയങ്ങളിൽ. അപ്പോൾ വൈബ് താഴ്ന്നു നിൽക്കുക. അതാണ് ഈ പ്രപഞ്ച നിയമങ്ങളുടെ കൃത്യമായ ഫോളോ അപ്പ് ചെയ്ത് പോകണമെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് ആഗ്രഹം മാത്രം, നമ്മൾ സ്വയം വളരണം, ഉള്ളുകൊണ്ട് വളരണം. ആ ഒരു വളർച്ചയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ സാറേ നമുക്ക് പ്രോജക്റ്റ് കൊടുക്കുമ്പോ നമുക്ക് ഈ പിന്നെ ഫങ്ഷനുകളൊക്കെ നമ്മളോട് പറയല്ലോ. അപ്പൊ നമ്മളെ പ്രോജക്റ്റ് നോക്കി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികം നോക്കി വർക്കിന് പോയി ബിസിനസ്സിന് ഇതായപ്പോ മറ്റുള്ളവരുടെ ഇതുണ്ടാവും. ഓർക്ക് അത് പറ്റൂല, നാടിന് പറ്റൂല, കുടുംബത്തിന് പറ്റൂല. അങ്ങനത്തെ ഇതിനൊക്കെ നമ്മളൊരു വിൽ പവറിൽ നിൽക്കുക. എന്താ ചെയ്യാ സാറേ? ആ വിൽ പവറിൽ നിൽക്കണം. നമ്മൾ ക്രമേണ നമ്മൾ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ സത്യസന്ധമായാണ് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചുറ്റുവട്ടുള്ള ആളുകളുടെ തടസ്സങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. ക്രമേണ അത് മാറി വരും. പക്ഷെ നമ്മൾ അതിനകത്ത് അവിടെയാണ് നമ്മൾ വിൽ പവർ ഉപയോഗിക്കാനുള്ളത്. അതെ അതെ. അവിടെ നമ്മൾ വിൽ പവർ ഉപയോഗിച്ച് നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ സത്യമായ ആത്യന്തികമായി വിജയിക്കുകയുള്ളൂ. താൽക്കാലികമായ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രമേണ കെട്ടടങ്ങും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മുടെ ഹാപ്പിനെസ്സും എയിമും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങള് കഴിവിന്റെ പരമാവധി ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സൈലൻസ് ആണ് ഗോൾഡൻ എന്ന് പറയും. സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന് പറയും. നമ്മുടെ നിശബ്ദത, നമ്മുടെ ആഗ്രഹങ്ങളുടെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ താലോലിക്കുമ്പോൾ അതിനൊരു നിഗൂഢത, നമുക്ക് അതിനൊരു പവറും ഉണ്ട്. അതേസമയം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ വലിയ ആത്മാർത്ഥ, നമുക്ക് ഭയങ്കര സന്തോഷവും നമ്മുടെ ഉള്ളിനകത്ത് ആ ഒരു ആഗ്രഹം കീപ്പ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നറിയാം, ആ പവർ കുറഞ്ഞു വരുന്നത്. ആരോടാണ് പറയാൻ കഴിയുന്നതെന്ന് അറിയാമോ? നമ്മളെക്കാളും ആ വിജയം, ആ കാര്യം നേടുവാൻ നമ്മളെക്കാളും ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പറയാം. അല്ലാത്ത പക്ഷം സ്വന്തം പാരൻസിനോട് കൂടി പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം അവരുടെ വൈബിന്, അവർക്കുള്ള മനോഭാവത്തിനോ ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അവരതിന് എന്തെങ്കിലും മനസ്സിനകത്ത് ഒരു നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ കൂടിയും അത് നമ്മുടെ സ്വപ്നത്തിനെ, നമ്മുടെ ചിന്താഗതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയാം, പക്ഷെ പറയാൻ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കാം. അതിനകത്ത് അത് നമുക്ക് ആ ഒരു സ്വപ്നത്തോട് ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ്. സർ, ഓക്കെ, പറഞ്ഞോളൂ. സർ, എൻ്റെ അമ്മ ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് ആണ്, സിസോഫ്രീനിക്കും ആണ്. അപ്പൊ ഞാനാണ് അമ്മയെ പരിചരിക്കുന്നത്. സ്വാഭാവികമായും എപ്പോഴും വാശിയും പിന്നെ ഭയങ്കര ദേഷ്യവും ഫുൾ അറ്റൻഷൻ നമുക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു ചിന്താരീതിയാണ്. അപ്പോൾ നമ്മുടെ എനർജി വല്ലാതെ ലോ ആയി പോകുന്നു. ഇതെങ്ങനെ ഫേസ് ചെയ്യാം? ഇത് നമ്മളൊരു പോസിറ്റീവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ അനുഭവിക്കുന്ന ഏതൊരു സ്ട്രഗിളും നമ്മുടെ തന്നെ ഒരു ഉള്ളിൽ നെഗറ്റിവിറ്റിയുടെ ഒരു ഹീലിംഗ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് അല്ല കാണാനുള്ളത്. താങ്കളുടെ അകം ലോകത്ത് നെഗറ്റീവ് പാറ്റേണുകളുണ്ട്. അത് ഹീലാകുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ലൈഫ് വരുന്നത്. ഇതൊരിപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള, നമുക്ക് ഒഴിച്ചുകൂടാൻ ആവാത്ത നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് നമ്മളിത് ഫേസ് ചെയ്യുന്നത് ഒരു സ്ട്രഗിളാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിനകത്തുള്ള ചില കാർമിക് ദോഷങ്ങളുണ്ട്, കാർമിക് ഡെപ്സ് എന്ന് പറയും. ഈ ഒരു കാര്യം ഹീലാവും. അതാണ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോസിറ്റീവ് അവസ്ഥയിൽ വേണം ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കാണാൻ. ഞാൻ ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങൾ ഹീലാകുവാൻ സഹായിക്കും എന്ന് കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. അതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് കടന്നു പോകണം. അല്ല നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സ്ട്രഗിളിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയും പരാതി പറയുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ ദോഷം മായില്ല, ഉള്ളിലെ കർമ്മ നെഗറ്റിവിറ്റി മായില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏതൊരു സ്ട്രഗിളും ഒരു ഹീലിംഗ് തരുന്നുണ്ടെന്നുള്ളതാണ്. ഏതൊരു സ്ട്രഗിളും ഒരു ഹീലിംഗ് തരുന്നുണ്ട്. സ്ട്രഗിൾ ഈസ് ഈക്വൽ ടു ഹീലിംഗ്. ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ട്രഗിള് അതിനെ നമ്മളൊരു ഹീലിങ്ങിനുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി കടന്നു പോവുക. ഈ ഒരു അവസ്ഥ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല മികച്ച ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈഫ് ലഭിക്കും. കുറച്ച് സാർ അങ്ങനെയാണ് അപ്പൊ നമ്മൾ നമുക്ക് വേറൊരു കാര്യത്തിലും നമ്മുടെ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അത് ഒരുപാട് കഴിവ് നമ്മൾ ഇന്റൻഷനലി നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് ചെയ്യണം. നമ്മളത് ഈ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റേ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ കരുതി കൂട്ടി നമ്മളത് ശ്രമിച്ചു നോക്കും. അവിടെയാണ് നമ്മൾ വിൽ പവർ ഉപയോഗിച്ച് ശ്രമിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രമിക്കൂ. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ടാകുന്നത് എല്ലാവർക്കും, ആർക്കായാലും ഇങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ടാകുന്ന ഒരു ഹീലിംഗിന്റെ ഭാഗമാണ്. ഓക്കെ, അത് താങ്ക് യു ആ താങ്ക് യുവിന്റെ മെഡിറ്റേഷനെ ഞാനൊരു താങ്ക് യുവിന്റെ ആ ഒരു ഹീലിംഗ് പ്രാക്ടീസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കടന്നു പോകാനും പെട്ടെന്ന് ഒരു സൊല്യൂഷനെ ഈസി ആയിട്ട് കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്ന ഹയർ ലെവൽ വൈബ്രേഷനിലേക്ക് എത്തിക്കുന്ന പ്രാക്ടീസാണ്. അത് ചെയ്യും, അതുകൂടെ ചെയ്യുക. സാറിന്റെ കോഴ്സിൽ ഞാൻ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ആ കോഴ്സ് ഇത് ഫേസ് ചെയ്യാനുള്ള ഒരു തീർച്ചയായിട്ടും അതിനകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള അറിവുകളാണ് തരുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. വിവിധ ഭയങ്ങൾ, ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മടി, അലസത, മാറ്റിവെക്കാനുള്ള മനോഭാവം ഇവയ്ക്കെല്ലാം കാരണമായിട്ടുള്ള ഉപബോധ മനസ്സിലെ മുറിവുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് മുദ്രണങ്ങളെ ക്ലീൻ ചെയ്ത് സുഖപ്പെടുത്തി നമ്മെ ആത്മധൈര്യമുള്ളവരും ഊർജ്ജസ്വലരും ശക്തരുമാക്കുവാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ജോലിയിലും ബിസിനസ്സിലുമുള്ള ഉയർച്ച, മികച്ച ആരോഗ്യം ഇവയൊക്കെ നേടുവാൻ സഹായിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസുകളുടെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ദി വോർട്ടെക്സ് എന്ന കോഴ്സ് നൽകുന്നത്. അതുപോലെ തന്നെ വിവിധ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളും സിമ്പിളായി പഠിപ്പിക്കുന്നു. 15 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും 100 ദിവസത്തെ പ്രാക്ടീസ് ഫോളോ അപ്പുമാണ് ഈ കോഴ്സിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഈ കോഴ്സ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ സമയം ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒരു അഭിപ്രായം പറയാമോ? കാരണം ഞാൻ സൺഡേ വീക്കെൻഡുകൾ മിസ്സാവുന്നുണ്ട്. എനിക്ക് പേഴ്സണലി മിസ്സാവുന്നുണ്ട്. ശനിയും ഞായറും ഫുള്ള് ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരു വീക്ക് ഡേ എടുക്കാം വൈകുന്നേരം ഈ സമയം. താങ്ക് യു സോ മച്ച്. നമുക്ക് കുറച്ച് തിരക്കായി പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ. നമുക്ക് വീക്കെൻഡിൽ നിങ്ങളും ഫ്രീ ആവും. നിങ്ങൾക്കും പല ഞായറാഴ്ചകളിലൊക്കെ നിങ്ങളും പലരും പല പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ വീക്ക് ഡേയ്സിൽ ഞാൻ ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ അപ്പൊ വ്യാഴാഴ്ചകളിൽ നമുക്ക് ഇതുപോലെ ഇരിക്കാം. അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ അത് ഫിക്സ് ചെയ്യാമേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊരു 30 താങ്ക് യൂടെ പറഞ്ഞിട്ട് പോകും പ്രതികരണം. എല്ലാവരും ക്ഷമിക്കണേ. എല്ലാവരും നമ്മുടെ ആ ഒരു സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിനകത്ത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് താങ്ക് യു ചൊല്ലാൻ. നമ്മൾ ചെല്ലുന്ന ഈ ഓരോ പ്രാക്ടീസും ഈ ഒരു മെഡിറ്റേഷനും എല്ലാം നമ്മുടെ ഈ ലോകത്തിനും സുഖം പകരാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ അവരുടെ മനസ്സിന് ശാന്തതയ്ക്ക് വേണ്ടിയും കൂടി നമ്മുടെ പ്രാക്ടീസിന് ഉൾപ്പെടുത്താം. എത്രയും വേഗം അവർ റിക്കവർ ആയി വരട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, Bye. sir. Thank you.